ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, നിങ്ങൾ കുറേ വർഷങ്ങളായി, ചിലപ്പോൾ കുറേ കാലങ്ങളായി തന്നെ കാത്തിരുന്ന സെപ്റ്റംബർ 12 എന്ന് പറഞ്ഞിരിക്കുന്ന 2021 നീറ്റിൻ്റെ ആ ദിവസം വന്നെത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ടെൻഷനിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്, വളരെ ഫാസ്റ്റായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിരുന്നാൽ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ട വിലപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ട്. സോ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാരണം, നിങ്ങൾ എല്ലാവരും എന്തായിരിക്കുക, കാമായിട്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമല്ല. ഞങ്ങൾ തന്നെ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമായിരിക്കും നീറ്റ് എക്സാം ഡേ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മുഴുവൻ ജീവിതവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കുന്ന ദിവസമായിട്ട് ഈ ദിവസത്തെ കാണരുത്. കാരണം എന്തെന്നാൽ, നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് മോക്ക് എക്സാമുകൾ, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ വളരെ കൂളായി എക്സാം എഴുതുകയും നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ നീറ്റ് എക്സാമാണ് ഏറ്റവും വലിയ ദിവസം, ഇതാണ് ഏറ്റവും വലിയ എക്സാം എന്നുള്ള നിലയിലേക്ക് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ കുറച്ച് ആങ്സൈറ്റി ബിൽഡപ്പ് ചെയ്തിട്ട്, ആ ആങ്സൈറ്റിയുടെ, ആ പേടിയുടെ പുറത്ത് നാളത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടുന്ന ഈ സ്കോർ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു സാധാരണ മോക്ക് എക്സാം മാത്രമാണ്, ഇതൊരു ബിഗ്ഗസ്റ്റ് ഡേ ഒന്നും അല്ല, ഞാൻ വേറൊരു സെൻറ്ററിൽ പോയിരുന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു സിമ്പിൾനെസ് ഈ ഒരു എക്സാമിന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ ബിഗ്ഗസ്റ്റ് ഡേ ആവില്ല. നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഭയങ്കര സംഭവമാകും, ഇതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ഡേ, ഇന്ന് ഇങ്ങനെ പറ്റിയാൽ എന്തായി പോകും, എനിക്ക് മനസ്സിലായില്ലെങ്കിൽ, എനിക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ, ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്തായി പോകും, ഒന്നും പറ്റില്ല. ഇത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അടിപൊളിയായി പോകേണ്ട ജീവിതമാണ്. സോ ഡെഫിനറ്റായിട്ടും ഇത് നിങ്ങളുടെ വലിയ ഒരു കാര്യമാണെന്നൊന്നും വിചാരിക്കാത്ത രീതിയിൽ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. സോ നാളത്തെ ഒരു ദിവസം, അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ ദിവസം നിങ്ങൾ വളരെയധികം കാമായിട്ടിരിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ദിസ് ഈസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് ഡേ ഇൻ യുവർ ലൈഫ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസം മാത്രമാണ്. സാധാരണ ഒരു ടെസ്റ്റ് എഴുതുന്ന പോലെ, ഒരു നീറ്റ് മോഡൽ എക്സാം എഴുതുന്ന അതേ ലാഘവത്തോടു കൂടി, അതേ ഈസിനെസ്സിൽ എന്നെ കൊണ്ട് പറ്റും, ഞാൻ എനിക്കറിയുന്നത് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നാളത്തെ ദിവസം എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു വാക്ക് തരേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും റെഡി ആയിട്ടില്ല എന്നുള്ള നിലയിൽ നിങ്ങൾ ആ എക്സാമിൻ്റെ അന്ന്, ആ ദിവസത്തിൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾ റെഡിയാക്കേണ്ട കാര്യങ്ങൾ താഴെ പറഞ്ഞിരിക്കുന്നതാണ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആക്കണം. ആൻഡ് ഇത് ഒരു പരിധി വരെയും പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളത്. ഒന്നാമത്തത് നിങ്ങളുടെ ഡ്രസ് കോഡാണ്. നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. മെറ്റൽ പാർട്സ് ഇല്ലാത്ത, ഒരുപാട് പ്രിൻ്റുകളില്ലാത്ത ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിച്ച് നിങ്ങൾ പോവുക. ലൈറ്റ് കളറായാലും ഏറ്റവും നല്ലത്. നമ്മൾ കോപ്പി അടിക്കാനല്ല, ഞങ്ങൾ ധൈര്യമായി പഠിച്ച്, ഞങ്ങൾ ധൈര്യമായി എക്സാം എഴുതാൻ വന്ന ആളുകളാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇടുക. അതിനകത്ത് അത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊന്നും ആലോചിക്കേണ്ട, സിമ്പിളായ ഒരു ഡ്രസ്സ് ധരിച്ചങ്ങ് പോവുക. ആൻഡ് അതിനുശേഷം നിങ്ങളൊരു ഫയലിലാക്കി വെക്കേണ്ട സാധനങ്ങളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആക്കി വെക്കേണ്ടത്, റെഡി ആക്കേണ്ടത്? ഒരിക്കൽ കൂടി പറയുകയാണ്, അഡ്മിറ്റ് കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കണം, നിർബന്ധമാണ്. പ്രൊഫോമയിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കണം. ഇതിൽ രണ്ടിലും നെയിമും ഡേറ്റും തരാൻ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊക്കെ നെയിമും ഡേറ്റും ഇല്ലാതിരുന്നിട്ട് പോലും അപ്രൂവ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, പേടിക്കേണ്ട. ഒരു ഫോട്ടോ ഒട്ടിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു വാലിഡ് ആയിട്ടുള്ള ID കാർഡ്, ഒറിജിനൽ ID കാർഡ് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത്, ഏത് ഫോട്ടോ ഐഡിയും അക്സെപ്റ്റ് ചെയ്യുന്ന അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയും കാര്യങ്ങൾ റെഡി ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നാളെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണം. എന്തായാലും റെഡിയാക്കണം. ഇത് അവസാനം അവിടെ എത്തിയിട്ട് അതില്ല, ഇത് എടുക്കാൻ മറന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ആദ്യമേ തന്നെ ഇത് പോകേണ്ട ബാഗിലേക്ക്, ഫയലിലേക്ക് എടുത്തു വയ്ക്കുക. എക്സാം ഹാളിലെത്തുമ്പോൾ ഫയൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്ര കാര്യങ്ങളായിട്ട് വേണം എക്സാം ഹാളിലേക്ക് കയറാൻ. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പേരൻസും ഇതിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് ഉറപ്പിച്ചോട്ടെ. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് കഴിക്കുക എന്നുള്ളതാണ്. ഈറ്റ് ഗുഡ്. കാരണം നമ്മൾ രാവിലെ കഴിക്കേണ്ടത് ഏറ്റവും ലഘുവായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ട് എനർജി റിച്ച് ആയിട്ടുള്ള ഭക്ഷണമായിരിക്കണം. ഒരിക്കലും സ്പൈസി ഫുഡ് കഴിക്കരുത്, ഗ്യാസ് കയറുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കരുത്. ഏറ്റവും എരിവ് കുറഞ്ഞ നല്ല ഭക്ഷണം, ദോശ, ചമ്മന്തി, എന്തെങ്കിലും. ഞാൻ എല്ലാവരും നാളെ ദോശ ചമ്മന്തി കഴിക്കണം എന്നല്ല പറയുന്നത്. ഇറച്ചി, മീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കഴിവതും വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുക. പൊരിച്ചത്, വറുത്തത് കാര്യങ്ങൾ ഒഴിവാക്കുക. സിമ്പിളായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ടുമാണ്. ആൻഡ് നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ, എക്സാം സെൻറ്റർ വീടിന്
തൊട്ടടുത്തൊന്നും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ലഞ്ച് പൊതിഞ്ഞെടുത്തിരിക്കണം. നിങ്ങൾ ലഞ്ച് നിങ്ങളുടെ കൂടെ കൊണ്ടുപോയിരിക്കണം. ആ ലഞ്ച് കഴിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എക്സാം ഹാളിൽ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം ഒരുപക്ഷെ 11 മണിക്കൊക്കെയാണ്. നിർബന്ധമായും 11 മണിക്ക് തന്നെ കയറണം എന്ന് എക്സാമിനർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണിക്ക് തന്നെ നിങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് വേണം കയറാൻ. ആൻഡ് കഴിവതും നിങ്ങൾ കയറുന്നത് ഒരു 1 മണിയോട് കൂടി അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ആ റിപ്പോർട്ടിംഗ് ടൈമിൽ അവിടെ ഉണ്ടായിക്കോട്ടെ, ഉള്ളിലേക്ക് കയറണ്ട. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്നുള്ള നിലയിൽ വെച്ചാൽ മതി. ലഞ്ച് എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് നിന്ന് അവിടെ നിന്ന് വൃത്തിയായി കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എക്സാം സെൻറ്ററിലേക്ക് കയറുക. ഈ 2 ഭക്ഷണങ്ങൾ മാൻഡേറ്ററി ആണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഗ്യാസ് കയറാത്ത, നെഞ്ചരിച്ചിലുണ്ടാക്കാത്ത തരത്തിലുള്ള വറുത്തതും പൊരിച്ചതും എരിവുള്ളതും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള സാധാരണ ഭക്ഷണം, ലഘുവായി എനർജി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുക. അത് വളരെയധികം ശ്രദ്ധിക്കണം. തിരക്കിനിടയിൽ, ഓട്ടത്തിനിടയിൽ ഭക്ഷണം മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്ന വേറൊരു സാധനമാണ് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ. റെഡിയല്ലേ? എല്ലാവരും ഒരു 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരണം. എന്ന് വെച്ച് നിർബന്ധമായിട്ടും എക്സാം ഹാളിനുള്ളിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമെന്നല്ല, നിങ്ങൾ വെള്ളം കുടിക്കരുത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ യൂറിൻ ഫോം ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ 1 ലിറ്റർ യൂറിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് നമുക്ക് മൂത്രം ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാവും. സോ അങ്ങനെ നിങ്ങൾ എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതൊരു അത്യാവശ്യം വന്നാൽ 1 ഇറക്കോ 2 ഇറക്കോ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. അതല്ലാതെ വെള്ളം കുടിച്ച് പറ്റിക്കുക എന്നുള്ളൊരു പരിപാടി എക്സാം ഹാളിൻ്റെ ഉള്ളിൽ കയറരുത്. കാരണം മൂത്രം ഒഴിക്കാൻ മുട്ടും, നമ്മുടെ സമയം പോകും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവുക. നമ്മൾ മുമ്പേ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾക്കൊപ്പം വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവുക. ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക. ദാഹിച്ച് വലഞ്ഞൊന്നും ആരും അവിടെ ഇരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആൻഡ് പ്രധാനപ്പെട്ട കാര്യമാണ് യൂറിനേറ്റ് ഓൺ ടൈം. കൃത്യമായ സമയത്ത് നമ്മൾ മൂത്രം ഒഴിക്കണം. അതായത് നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ എംപ്റ്റി ആക്കുക. നമ്മുടെ ബ്ലാഡറിലുള്ള മുഴുവൻ മൂത്രവും നമ്മൾ ഒഴിച്ചു തീർക്കുക. ആൻഡ് അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യം, എക്സാമിൻ്റെ ഇടയിൽ അഥവാ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുകയാണെങ്കിൽ, പിടിച്ചു വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ പിടിച്ചു വയ്ക്കാം. പക്ഷേ കുറച്ചധികം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വരുന്നത് നല്ലത്. എക്സാമിൻ്റെ ഇടയിൽ തന്നെ ഇൻവിജിലേറ്ററോട് പറയുക, യൂറിനേറ്റ് ചെയ്യണമെന്ന് പറയുക, പോയിട്ട് തിരിച്ചു വരിക. കാരണം ഒരുപാട് നേരം മൂത്രം പിടിച്ചു വെച്ച് അതിൻ്റെ അസ്വസ്ഥത കൊണ്ട് നമുക്ക് ഒരുപാട് എക്സാമുകൾ, ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൺകുട്ടികൾ, പീരിയഡ്സ് ഉള്ള ആളുകൾ പാഡ് കൃത്യസമയത്ത് ചേഞ്ച് ചെയ്തിട്ട് കയറുക. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുക. ആൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂൾ ഓഫ് ടൈം. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ 1:30 എക്സാമിൽ സെൻറ്ററിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് കയറേണ്ടത്. മിക്കവാറും ആളുകൾ 1:30 മുന്നേ തന്നെ കയറും. ആൻഡ് നമ്മളുടെ കയ്യിൽ OMR ഷീറ്റ് കിട്ടുന്നത് 1:45 OMR ഷീറ്റ് കിട്ടുന്നത്. 15 മിനിറ്റ് വെറുതെ ഇരിക്കണം. ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആദ്യം പറയാം. നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം എന്നുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും, ചെക്ക് ചെയ്തേക്കാം, ഞാൻ ആ പാഠം പഠിച്ചതോ അത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം, ഇത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. വേണ്ട, ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ആൻഡ് അതുപോലെ നിങ്ങൾ റിസൾട്ടിനെ പറ്റി വ്യാകുലമാകരുത് ഒരിക്കലും. എനിക്ക് കിട്ടുമോ കിട്ടാതിരിക്കുമോ, എന്താവും, ദൈവമേ പെട്ടുപോയല്ലോ, ഞാനാകെ തോറ്റുപോകും, ഞാൻ ഈ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് മെഡിക്കൽ സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചിന്തിക്കരുത്. ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ചിന്തയുണ്ടാവരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെറുതെ കൂൾ ഓഫ് ടൈം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് ഡീപ്പ് ബ്രെത്തുകൾ എടുക്കുക എന്നുള്ളത്. ഡീപ്പ് ബ്രെത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ നേരെ മുന്നിലേക്ക് നോക്കുക. നിങ്ങൾ നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, സംതിങ്, ഒരു ആണിയുടെ അറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയിലുള്ള ഒരു പാടോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡിൻ്റെ ഒരു മൂലയോ തൊട്ട് മുന്നിലുള്ള ഡെസ്കിൻ്റെ മൂലയോ എന്തെങ്കിലും ഒരു ഭാഗത്തേക്ക് നിങ്ങൾ അവിടെ മാത്രം നോക്കിയിരുന്നിട്ട് പതിയെ ശ്വാസം എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. പതിയെ, വളരെ പതിയെ ശ്വാസം എടുത്ത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വേണ്ടത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിലും പുറത്തേക്ക് എടുക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. വേറെ നമ്മൾ പഠിച്ചതിനെ പറ്റിയിട്ടോ ഇതുവരെയുള്ള കാര്യത്തിനെ പറ്റിയിട്ടോ വീട്ടിലെ അവസ്ഥയെ പറ്റിയോ പേരൻസിനെ പറ്റിയോ നാട്ടുകാരെ പറ്റിയോ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതിരിക്കുക. കൂൾ ഓഫ് ഈസ് കൂൾ ഓഫ്. വളരെ സിമ്പിളായിട്ട് കൂൾ ഓഫ് ചെയ്തിരിക്കുക. 1:45 OMR കിട്ടിയാൽ ഡയറക്റ്റ്ലി OMR ഫില്ല് ചെയ്യാൻ വളരെ ശ്രദ്ധയോടുകൂടി, നിങ്ങൾ ഡോട്ട് എക്സാമും മറ്റ് ഓഫ്ലൈൻ ടെസ്റ്റുകളും എല്ലാം എഴുതിയ ആളുകളാണ്. നിങ്ങൾക്ക് OMR ഫില്ല് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാം. വളരെ ശ്രദ്ധയോടുകൂടി എഴുതുക. ഇൻവിജിലേറ്ററുടെ സൈൻ വരേണ്ട സമയത്ത് അത് മേടിക്കുക, നമ്മളുടെ സൈൻ ഇട്ട് കൊടുക്കുക, എല്ലാ പ്രൊഫോമ ഹാൻഡ് ഓവർ ചെയ്യുക. കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. 2 മണിക്ക് എക്സാം എഴുതാൻ തുടങ്ങുക. എക്സാം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പേ അറ്റൻഷൻ ടു 1 ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം എന്നുള്ളതാണ്. അതായത് ഒരു സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ പറ്റി മാത്രം ചിന്തിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, സാർ എന്തിനാ ഇങ്ങനെ പറയുന്നതുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിപ്പോയി, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും 10ാമത്തെ ക്വസ്റ്റ്യൻ ടഫായി പോയല്ലോ, എനിക്ക് അറിയുന്നതായിരുന്നല്ലോ, എന്നിട്ടും തെറ്റിച്ചല്ലോ.
ആലോചിക്കരുത്, ഒരിക്കലും ആലോചിക്കരുത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് മുന്നേ വന്ന ക്വസ്റ്റ്യനോ അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യനെ പറ്റിയോ ആലോചിക്കരുത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനെ പറ്റി മാത്രം ആലോചിക്കുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അറിയാമെങ്കിൽ ഉത്തരം എഴുതുക, അപ്പോൾ തന്നെ OMRൽ മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ നോക്കി കറക്റ്റായി OMRൽ മാർക്ക് ചെയ്യുക. OMR മാർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഒപ്പം തന്നെ OMR മാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് കൃത്യമായി നമ്പർ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ആ 4 മാർക്ക് നമുക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കുക. ഇനി ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലോ, മിക്കവാറും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായി അത് ചെയ്തുകൊണ്ടിരിക്കരുത്. പ്രോബ്ലംസ് ഒക്കെ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തിരിക്കരുത്. പെട്ടെന്ന് ലീവ് ചെയ്യണം. ഒരു 10, 15, 20 സെക്കൻഡിൽ നമുക്ക് മനസ്സിലാവണം ഉത്തരം നമുക്ക് വളരെ വേഗത്തിൽ കിട്ടുന്നില്ല. ഉത്തരം വേഗത്തിൽ കിട്ടുന്നില്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു, അത് എങ്ങനെയായിരിക്കും, അങ്ങനെ വരിക ആലോചിക്കരുത്. ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടിട്ട് നമ്മൾ പുതിയ ക്വസ്റ്റ്യനിലേക്ക് പോകണം. അറ്റ് എ ടൈം ഒരു എന്തിൽ മാത്രമേ നോക്കാവുള്ളൂ, ക്വസ്റ്റ്യനിൽ മാത്രമേ നോക്കാവുള്ളൂ. ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, സെവാഗിനെ പോലെ ആവുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ക്രിക്കറ്റ് താരം സെവാഗ്, എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് ക്രിക്കറ്റിലുള്ളത്. സെവാഗ് ഒരിക്കൽ ഒരു വേൾഡ് റെക്കോർഡിന് അടുത്തെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ ലോകത്തെ ആൾ എന്നുള്ള രീതിയിൽ ലോക റെക്കോർഡിന് അടുത്തെത്തി. 2 ട്രിപ്പിൾ സെഞ്ചുറി ഓൾറെഡി അടിച്ചിട്ടുണ്ട്. 3ാമത്തെ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുമ്പോൾ 294 നിൽക്കുന്ന അദ്ദേഹം ഒരു ബോൾ വന്നു, സിമ്പിൾ ബോളായിരുന്നു, അടിച്ചു പൊക്കി ബൗണ്ടറി ലൈനിൽ നിന്ന് ക്യാച്ചായി ഔട്ടായിപ്പോയി. ആ സമയത്ത് കമൻറ്റേറ്റർ സെവാഗിനോട് ചോദിച്ചു, ട്രിപ്പിൾ സെഞ്ചുറി അടിക്കാത്തതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സെവാഗ് പറഞ്ഞു, വിഷമമുണ്ട്, പക്ഷേ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കാത്തതിലല്ല, ലോക റെക്കോർഡ് പോയതിലല്ല, എനിക്ക് വിഷമമുള്ളത് ആ ബോൾ 6 പോയില്ലല്ലോ എന്നുള്ള വിഷമമാണെന്ന്. അതേപോലെ ആയിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടെ നേരെ എറിഞ്ഞു തരുന്ന ബോളുകളായിട്ട് അത് നേരെ 6, 4 അടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി. 6 അടിക്കാൻ പറ്റില്ല, നമുക്ക് 4 അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സോ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ 4 ആക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ പണി. അപ്പോൾ ഒരു ബോൾ അടിക്കാൻ നേരത്ത് മറ്റേ ബോളിനെ പറ്റി അല്ലെങ്കിൽ ഇനി വരാനുള്ള ബോളിനെ പറ്റി ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ബോൾ നിങ്ങൾക്ക് മിസ്സാവും. ചിലപ്പോൾ നിങ്ങളുടെ മിഡിൽ സ്റ്റെപ്പ് കൊണ്ട് ആ ബോൾ അങ്ങ് പോകും. അത് നോക്കരുത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നേരെ എറിഞ്ഞു വരുന്ന ബോളുകളാണ് നോക്കുക, 4 അടിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോരോ 4 മാർക്ക് എന്ത് ചെയ്യുക, സ്കോർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ബി ലൈക്ക് സെവാഗ്, ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. 1 ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം. അതിന് മുന്നേ ഉള്ളതോ പിന്നെയുള്ളതോ റിസൾട്ടിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കരുത്. നമ്മളായിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്തിനെ പറ്റി മാത്രം ആലോചിക്കുക. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ അറിയാമോ ഇല്ലയോ, അറിയുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇങ്ങനെ 200 ക്വസ്റ്റ്യനും പോയതിന് ശേഷം വീണ്ടും 1ാമത്തെ റൗണ്ട് മുതൽ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരിക. അറിയുന്നതെല്ലാം ചെയ്യുക, അറിയില്ലാത്തതൊക്കെ ഒഴിവാക്കി പോവുക എന്നുള്ള നിലയിൽ വളരെ സ്പീഡിൽ ചെയ്തു പോവുക. പരമാവധി ടൈം നമുക്കുള്ള എല്ലാ സമയത്തും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ്റെ പുറകെ ആയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ 5 മണി വരെ എക്സാമിന് 4:30 ആകുമ്പോൾ 4:45 ആകുമ്പോഴത്തേക്ക് എല്ലാം തീർന്നു എന്ന് വിചാരിക്കും. 15 മിനിറ്റ് ഒരിക്കലും വെറുതെ ഇരിക്കരുത്. ആ 15 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുക തന്നെ ചെയ്യും, ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. ആൻഡ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റംപ്റ്റ് യുവർ മാക്സിമം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഒരു മെഡിക്കൽ സീറ്റ് കിട്ടണമെങ്കിൽ മിനിമം 165 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കണം. ഡെഫിനറ്റ് ആണ്. 165 ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കേരളത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് കിട്ടില്ല. ആൻഡ് നമ്മുടെ എയിം എപ്പോഴും 180 ക്വസ്റ്റ്യൻ തന്നെയായിരിക്കണം. 180 ഔട്ട് ഓഫ് 200. നമുക്ക് 200 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനകത്ത് 180 ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കണം. തീരെ അറിയില്ല, സപ്പോസ് ചിലപ്പോൾ നമുക്ക് ഗ്രീക്കോ ലാറ്റിനോ പോലെ തോന്നും ചില ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ലീവ് ചെയ്യാമുള്ളൂ. ജസ്റ്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്, ആ ഒരു ലോയുടെ പേരോ ആ ഒരു ഇക്വേഷൻ്റെ പേരോ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്, അറ്റംപ്റ്റ് യുവർ മാക്സിമം. ബിക്കോസ് ഹൈ സ്കോറിംഗ് എക്സാംസിൽ റാങ്ക് നേടാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടിപ്പാണത്. സോ ആ നിലയിൽ പോവുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി ആൻസർ അറിയാം, അത് എഴുതി, അടുത്തത് നോക്കി ആൻസർ അറിയില്ല, അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിൽ പോവുക. അങ്ങനെ പോയി 200-ലെത്തിയതിന് ശേഷം തിരിച്ചൊന്ന് സ്കിപ്പ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസും എവാലുവേറ്റ് ചെയ്ത് പോവുക. അതിന് കൃത്യമായി ആലോചിച്ച് ഗസ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിക്ടറി നിങ്ങളുടേത് മാത്രമായിരിക്കും. നിങ്ങൾ എക്സാം സെൻറ്ററിൽ എക്സാമിൻ്റെ ടൈമിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കിത് കിട്ടുന്നില്ലെങ്കിൽ മറ്റാർക്കും ഇത് കിട്ടില്ല. കാരണം നിങ്ങൾ കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഇത്ര കാലമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ കയ്യിലിരിക്കുന്ന എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക്. സോ ഡെഫിനറ്റ് ആയിട്ടും അത് ചെയ്യുക. ആൻഡ് എക്സാമിൻ്റെ ഉള്ളിലിരുന്നിട്ട് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ, എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും ആലോചിക്കേണ്ട. എക്സാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ ടീം ഡോപ്പ ഉണ്ടാവും. ഡോപ്പയിലുള്ള ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് വേവലാതിപ്പെടുകയേ വേണ്ട. സിമ്പിളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം എത്രയേ ഉള്ളൂ.
ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, ഏറ്റവും കാമായിട്ട് പോവുക. നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളെ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തടുക്കാൻ ആർക്കും പറ്റില്ല. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയി ഓരോ ക്വസ്റ്റ്യനെയും വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അറിയുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നിങ്ങൾ ഒരിക്കലും എന്നോട് നാളെ വന്ന് പറയരുതാത്ത ഒരു കാര്യം പറഞ്ഞു തരാം, സാറേ സമയം കിട്ടിയില്ല എന്നൊരു കാര്യം പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക. ഞാൻ പറയുന്നത് സ്കിപ്പ് ഇൻ 10 seconds 10 to 15 seconds എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഞാൻ പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ നോക്കി ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി, അത് പറ്റിയില്ലെങ്കിൽ 10 to 15 സെക്കൻഡിൽ ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൊള്ളണം, അത് ആൻസർ ചെയ്തോളണം. 200 ക്വസ്റ്റ്യനും മാൻഡേറ്ററി ആയിട്ടും എല്ലാവരും വായിച്ചിരിക്കണം. വായിക്കാൻ സമയം കിട്ടിയില്ല എന്നൊരു കാര്യം നാളെ എക്സാം കഴിഞ്ഞിട്ട് ആരും എന്നോട് വന്ന് പറയരുത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. OMR കൃത്യമായി ഫില്ല് ചെയ്യുക. നിങ്ങളുടേത് മാത്രമായിരിക്കും വിജയം, കാരണം നിങ്ങൾ ഇത്ര കാലം പഠിച്ചിട്ടുണ്ടെന്നാണ്. സോ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഡോപ്പയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവിധ വിജയഭാവുകങ്ങളും നേരുകയാണ്. നാളെ വൈകിട്ട് എക്സാം കഴിഞ്ഞ് വരുന്ന ദിവസം വൈകിട്ട് അതിൻ്റെ ഫുൾ അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഡോപ്പയുടെ ഒരു വലിയ നേരെ ഫാക്കൽറ്റീസ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാകും, ലൈവായിട്ട് തന്നെ വരുന്നുണ്ടാകും. സോ വിൽ മീറ്റ് യു ദെയർ ആൻഡ് ബൈ.